ഹരിയോടൊപ്പം എന്ന സോഷ്യൽ മീഡിയ സീരീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഹരി, നമ്മുടെ വ്യൂവേഴ്സിനെയും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ അങ്ങേയറ്റം വില കൽപ്പിക്കുന്നുണ്ട്. അവരുടെ ഫീഡ്ബാക്കൊക്കെ നമ്മളത് കൃത്യമായി ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വ്യൂവർ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെയിട്ടൊരു കമൻറ്റാണ് ഞാൻ അടുത്ത ചോദ്യമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ആരാണ് ബ്രാഹ്മണർ? വേദം പഠിച്ചവർ മാത്രമാണോ ബ്രാഹ്മണർ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിനുള്ളൊരു മറുപടി? ബ്രാഹ്മണൻ എന്ന പദത്തിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം വിവക്ഷിക്കാനൊന്നും പക്ഷേ എൻ്റെ വിജ്ഞാനം മതിയാവും എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ ധരിക്കുന്നത് കാരണം ഏതെങ്കിലും ഈ ഒരു കുലത്തിൽ ബ്രാഹ്മണൻ എന്ന കുലത്തിൽ ജനിക്കുന്ന എല്ലാവരും ബ്രാഹ്മണരാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലും അല്ലെങ്കിൽ അങ്ങനെ ചിന്തയിലേക്കാണ് നമ്മൾ എല്ലാവരും ധരിച്ചു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വളരെയധികം അർത്ഥങ്ങളുണ്ട്. നമ്മൾ പഴയ പുരാതന കാലം മുതൽ ഏത് തരത്തിലാണ് ഓരോ ആളുകൾ അല്ലെങ്കിൽ ഓരോ കർമ്മത്തിൽ ഏർപ്പെട്ടിരുന്നത്, ആ കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ സ്വഭാവങ്ങളും ഓരോ കുലങ്ങളുമൊക്കെ അന്ന് വിവക്ഷിച്ചിരുന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ബ്രാഹ്മണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് പല വിധത്തിൽ വ്യാഖ്യാനിച്ച് കിട്ടുന്നുണ്ട്. ഒന്ന്, ബ്രഹ്മജ്ഞാനം ഉള്ളവൻ ആണ് ബ്രാഹ്മണൻ എന്ന് പറയും. എന്താണ് ബ്രഹ്മജ്ഞാനം? ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നുള്ളത് ഈശ്വരൻ എന്നുള്ള ശക്തിയെപ്പറ്റി അറിവുള്ള ആളാണ് ബ്രാഹ്മണൻ എന്ന് പറയും. രണ്ട്, ബ്രഹ്മത്തെ കൊണ്ടു നടക്കുന്നവൻ, അതായത് ഈശ്വരനെ മനസ്സിൽ പൂർണ്ണമായിട്ടും കൊണ്ടു നടക്കാൻ കഴിയുള്ള ഒരാൾ, അതും ബ്രാഹ്മണനാണ് എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. എങ്ങനെയാണ് ഇത് രണ്ടും നോക്കുക? ബ്രഹ്മജ്ഞാനം, ഈശ്വരനെ അറിയണമെങ്കിൽ ഈശ്വരനെ അറിയുക എന്നുള്ളത് ഒരു വളരെ ചെറിയ ജോലിയല്ല. അപ്പോൾ നമുക്ക് പുരാതന കാലങ്ങളിൽ നമ്മുടെ വേദങ്ങൾ പുരാണങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ, കാരണം ബ്രാഹ്മണനായ ജനിച്ച അല്ലെങ്കിൽ ആ ഒരു കുലത്തിൽ ജനിച്ച ആളുകൾക്ക് പഴയ കാലത്ത് കുറേ നിഷ്കർഷകൾ വെച്ചിരുന്നു. അവരുടെ ജനനം മുതൽ ജനിച്ച് ഇത്ര പ്രായമാവുമ്പോൾ മുതൽ അവർ ഉപനയനം കഴിച്ചാൽ പിന്നെ അവർ വിദ്യാഭ്യാസത്തിന് ആരംഭം കുറിക്കണം എന്നുള്ളതാണ്. ഉപനയനം തൊട്ട് ഗുരുക്കളുടെ കൂടെ നിന്ന് ഗുരുകുല സമ്പ്രദായത്തിൽ പോയി വേദങ്ങൾ പഠിച്ച് ആ വേദങ്ങളും അല്ലെങ്കിൽ ശാസ്ത്രങ്ങളും മുഴുവൻ പഠിച്ചു കഴിഞ്ഞ് സമാവർത്തനം എന്ന കർമ്മത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടാവുകയും പ്രപഞ്ചം എന്നുള്ളത് ഒരു വലിയ ശക്തിയാണ്, അതിലെ ഓരോ ജീവജാലങ്ങളും അത് ഈ ശക്തിയുടെ ഓരോ കണികകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് വന്ന് സമാവർത്തനം കഴിയുമ്പോൾ പിന്നെ ആ ഒരു വ്യക്തി അവിടെയാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ബ്രാഹ്മണനായി മാറുക. ആ വ്യക്തിയുടെ മനസ്സിലാക്കൽ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഈ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വെളിച്ചം പകരാൻ, അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് പറയുക, മരം വെട്ടുന്ന ഒരാളാണെങ്കിൽ, ഒരു കെട്ടിടം പണിയുന്ന ഒരു ജോലിയിൽ വ്യാപൃതനായിട്ടുള്ള ആളാണെങ്കിൽ, വിവിധ തരത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് അവരെപ്പറ്റി പോലും സ്വയം ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇവരുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ മനസ്സിലാക്കാനും അവരെ വീണ്ടും സഹായിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയായി ഈ വിജ്ഞാനം കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒരാൾ. ഒരു ജന്മം കൊണ്ട് മാത്രം ഒരു കാരണവശാലും നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു ബ്രാഹ്മണൻ നമ്മളായി എന്ന് വരില്ല. പക്ഷേ ജന്മം ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഒരു ജനിക്കുന്ന ഭാഗത്തുണ്ടാകുന്ന നിഷ്കർഷകൾ, നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന സ്വാധീനങ്ങൾ, അതോടൊപ്പം തന്നെ ഈശ്വരനെ എനിക്ക് സ്വയം കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാൾ, അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നുള്ള വ്യക്തിക്ക് സ്വന്തം മനസ്സിൽ ഈശ്വരനെ കൊണ്ടു നടക്കാൻ കഴിയുന്ന, അതും ബ്രാഹ്മണൻ്റെ ഒരു പ്രധാനപ്പെട്ട വിവരണം തന്നെയാണ്. ഈശ്വരനെ സ്വന്തം മനസ്സിൽ കൊണ്ടു നടക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഈശ്വരനെ പറ്റി പൂർണ്ണമായിട്ടും ഈ വിദ്യാഭ്യാസം കൊണ്ട് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. ഈശ്വരനെ നമ്മൾ സ്വന്തം മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ആ ഈശ്വരനെ നമ്മൾ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സ്വന്തം ശരീരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്നും ആവാഹിച്ച് വെച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ട് ആ ഈശ്വരനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വിവരിച്ച് തിരിച്ച് ആ ഈശ്വരനെ ഉദ്ധസിച്ച് സ്വന്തം ശരീരത്തെ എപ്പോഴും കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാൾക്ക് ചീത്ത ചിന്തകൾ എന്നുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവാൻ പാടില്ല. കാരണം ഈശ്വരനില്ലാത്ത ഒരു കാര്യങ്ങൾ പോലും ഈ ബ്രാഹ്മണന് കൊണ്ടു നടക്കാനുള്ള അധികാരമില്ല. വേറൊരാളെ ഹിംസിക്കാൻ, വേറൊരാളെ കൊല്ലാൻ, വേറൊരാളെ പറ്റി കുറ്റം പറയാൻ ഒന്നും ഒരു ബ്രാഹ്മണന് പാടില്ല. നിഷിദ്ധമായവ വളരെയേറെയാണ്. കാരണം ഈ ശരീരത്തിൽ കൊണ്ടു നടക്കുന്നത് അത്ര വലിയ ഈശ്വരനെയാണ്. അപ്പോൾ ഈശ്വരൻ ഒരിക്കലും ആരോടും ദുഷിപ്പ് കാണിക്കുന്ന ഒരാളല്ല, എല്ലാവരെയും സഹായിക്കുന്നവരാണ്.
എൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് ഈശ്വരൻ. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈശ്വരൻ. അങ്ങനെ പോകണമെങ്കിലോ തീർച്ചയായിട്ടും ആ ബ്രാഹ്മണനായിട്ട് ജീവിക്കുന്ന ആൾക്ക് കുറേ നിഷ്കർഷകൾ വേണ്ടി വരും. കാരണം അയാളുടെ മനസ്സിൽ ഒരു കാരണവശാലും മോശമായിട്ടുള്ള ചിന്തകൾ വരാനുള്ള സാധ്യതകൾ ഒഴിവാക്കണമായിരുന്നു പഴയ കാലത്ത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള എന്താ പറയുക റെസ്ട്രിക്ഷൻസ് അവരുടെ ജീവിതക്രമത്തിൽ പഴയ കാലത്ത് കൊണ്ടുവന്നിരുന്നു. അവർ അനാവശ്യമായിട്ടുള്ള കൂട്ടുകൂടലുകളിൽ നിന്ന് അവരെ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. കാരണം ചീത്ത ചിന്തകൾ കയറിയാൽ ഈശ്വരനവിടെ ഇരിക്കാൻ കഴിയില്ല. ബ്രാഹ്മണൻ എന്നുള്ളത് കുലം കൊണ്ട് ആവുന്നത് മാത്രമല്ല, ഇത് ആർക്കും കഴിയും. ഞാൻ ഈശ്വരനാണ് എന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ ഈശ്വരനാണെന്ന് ആദ്യം മനസ്സിലാക്കുമ്പോൾ അതിൽ കൂടുതൽ മനസ്സിലാക്കേണ്ടത് എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഈശ്വരന്മാരാണ് എന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിലെ ഈശ്വരനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ചുറ്റും നിൽക്കുന്ന ഓരോരുത്തരുള്ള ഈശ്വരനെ എനിക്ക് കാണാനും അവരെയും എനിക്ക് ബഹുമാനിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈശ്വരൻ തന്നെയാണ്. എന്നെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും അതിനപ്പുറേക്ക് ബഹുമാനിക്കാൻ കഴിയുന്ന ഓരോരുത്തരെയും നമുക്ക് തീർച്ചയായിട്ടും ബ്രഹ്മജ്ഞാനമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കാം. എനിക്ക് ഭക്ഷണം കഴിക്കണം, എൻ്റെ ശരീരത്തേക്ക് ഭക്ഷണം വേണമെന്ന് ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ കഴിച്ചോ എന്ന് അന്വേഷിക്കാൻ എനിക്ക് തോന്നുമെങ്കിൽ അവിടെ എനിക്ക് ബ്രഹ്മജ്ഞാനമുണ്ട്. അവിടെ ഞാനും തീർച്ചയായിട്ടും ഒരു നല്ല ക്വാളിറ്റിയുള്ള ബ്രാഹ്മണനാണ്. എനിക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനും അവരെ മുഴുവൻ സേവിക്കാനും എനിക്ക് ചിന്ത ഉണ്ട് എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ ഇതിനെ വെറും കുലമായിട്ടോ ജാതിയായിട്ടോ മാറാതെ ഓരോ വ്യക്തികളിലും ഉള്ള ക്വാളിറ്റികളുടെ ഒരു നല്ല രീതിയിലേക്ക് മാത്രം എടുക്കേണ്ട ഒരു വ്യവസ്ഥ പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്നു എന്ന് മാത്രം കൂട്ടിയാൽ മതി. നമുക്ക് ഇന്നും നമ്മുടെ കുട്ടികളെ നല്ല ബ്രാഹ്മണരാക്കി തന്നെ നമുക്ക് വളർത്താൻ കഴിയും. അവൻ്റെ മനസ്സിൽ ഈശ്വരനുണ്ടെന്ന് അവനെ ബോധിപ്പിക്കുക. അവൻ ഈശ്വരനുണ്ടെന്ന് ബോധിപ്പിക്കുമ്പോൾ അവൻ ചുറ്റുമുള്ളവരുടെ മനസ്സിലെ ഈശ്വരനെയും കൂടെ കാണാൻ അവനെ പ്രാപ്തനാക്കാനും കൂടെ നമുക്ക് കഴിഞ്ഞാൽ എല്ലാവരും ബ്രാഹ്മണർ തന്നെയാണ്. ഇത് കുറച്ച് വ്യക്തികളുടെ മാത്രം അല്ലെങ്കിൽ കുറച്ച് സമൂഹത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു കഴിവ് ഒരിക്കലുമല്ല. പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ അടുത്ത കാലത്ത് ഈ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഒരു യോജിപ്പ് തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആവണം എനിക്ക് തോന്നുന്നു. ഈ ബ്രാഹ്മൺ എന്ന് പറയുമ്പോൾ ഒരു മാറ്റി നിർത്തുന്നൊരു ഇത്, അവരിത്രയും കാലം മറ്റുള്ള ജാതിക്കാരോടെന്തോ അപരാധം ചെയ്തവരാണ്, അല്ലെങ്കിൽ അവരടിച്ചമർത്തി വെച്ചിട്ട് മുകളിൽ നിന്നിരുന്ന ഒരാൾക്കാരാണ് എന്ന് പറഞ്ഞൊരു രീതിയിലുള്ളൊരു സംസാരം അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ഈ അടുത്ത കാലത്ത് കൂടുതലായി കണ്ടുവരുന്നില്ലേ? ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്ന പല ഇൻസിഡൻറ്റുകളെ പറ്റിയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അതിനെ മുഴുവൻ മോശമാക്കി കാണിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുക എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ബ്രാഹ്മണിക്കൽ ഹെജുമണി എന്നുള്ള പേരിൽ പല വിഷയങ്ങളെ പറ്റി പറയുക. വെജിറ്റേറിയൻ കഴിക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻ കഴിക്കുന്നവർ ഇന്ന കാരണം കൊണ്ടാണ് ബ്രാഹ്മണിക്കൽ ഹെജുമണി കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുക എന്ന് പറയുക. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഈ ഒരു വിഷയങ്ങളെ മുഴുവൻ കോർത്തിണക്കാൻ നോക്കുക. അതായത് ഏത് വിഷയങ്ങളെ വരുമ്പോഴും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ തലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. അവർ വ്യക്തമായിട്ട് അവർക്ക് അത് തോന്നിക്കുന്ന കാരണം എന്താണ്? ഈ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഈ ചിന്തിക്കുന്നവരുടെ യഥാർത്ഥ ക്വാളിറ്റി, അവരുടെ ക്വാളിറ്റി അവർക്ക് സ്വയം അറിയാൻ കഴിയുന്നില്ല. അവർക്കും ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും റോള്. അവരുടെ റോൾ അവർ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരുടെ റോളിനെ പറ്റി ഇവർ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ഓരോ കാര്യങ്ങളിലും മറ്റേയാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരിലും ഇന്ന കാരണം കൊണ്ടാണ് ഇവർ മുഴുവൻ മോശക്കാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറ്റമുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാൻ ഇവർക്ക് ആർക്കും തോന്നണം എന്ന് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാലത്ത് ഏത് തരത്തിലാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ പാരമ്പര്യം നിൽക്കുന്നത് നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങൾ പുറകിലേക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിനെ മുഴുവൻ ഇൻ്റർപ്രിറ്റ് ചെയ്തതും അതിനെ മുഴുവൻ വിഭജിച്ചതുമൊക്കെ പല കാലഘട്ടത്തിലുള്ള പല തലമുറകളാണ്. പല തലമുറയിലും പലതരത്തിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് വേണ്ടത് അതല്ല. ഇന്ന് വേണ്ടത് യഥാർത്ഥ ആരംഭത്തിൽ എന്ത് ചിന്തിച്ചിരുന്നു, ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഇന്നുള്ള തലമുറയെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും. ഇടയ്ക്ക് നിന്നവർ എന്ത് പറഞ്ഞിരുന്നു എന്നത് നമ്മുടെ ഒരു സബ്ജക്റ്റല്ല. ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇന്ന് വ്യക്തി അധിഷ്ഠിതമായി മാറുന്നതിന് പകരം സമൂഹത്തെ അധിഷ്ഠിതമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. കാരണം ഇവിടെ ഒരു ബ്രാഹ്മണൻ മാത്രം പോരാ, ഇവിടെ വൈശ്യൻ വേണം, ക്ഷത്രിയൻ വേണം, ശൂദ്രൻ വേണം, എല്ലാവരും വേണം. ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി അത് അവരുടെ ഉള്ളിലുള്ള ഈശ്വരാംശത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് മാറിക്കും. നമുക്കറിയാം ചിലർക്ക് ചില പ്രത്യേക ഗുണങ്ങൾ കൂടുതലായി കാണുന്ന എന്താണ്? അവർക്ക്
ചില തരത്തിൽ ഈശ്വരാംശം കൂടുതലുണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. അതോട് തന്നെ ഓരോ വ്യക്തികൾക്കുമുള്ള ഈശ്വരാംശങ്ങളെ ഒരുപോലെ ഏകോപിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഓരോ വ്യക്തികളെ ഏതെങ്കിലും ഒരു കാസ്റ്റിൻ്റെ പേരിലോ ഒരു മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയുക, അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുക, അവർ ചെയ്യുന്നതിനെ കുറ്റം പറയാൻ ശ്രമിക്കുക എന്നതിനവർ അവരിൽ നിന്ന് ആവശ്യമുള്ളത് നമ്മളെടുക്കുക, നമ്മളിൽ നിന്ന് ആവശ്യമുള്ളത് അവരെടുക്കട്ടെ. ഈ ഒരു മനോഭാവത്തിൽ മുമ്പോട്ട് പോകാൻ മാത്രമേ നമ്മുടെ ഈ സമൂഹത്തിന് വളർച്ചയുണ്ടാവുള്ളൂ. നമ്മളെ കൂട്ടിത്തല്ലിക്കാൻ പലരും ശ്രമിക്കും. കാരണം രണ്ട് ആടുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ചോര വരുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ധാരാളം കുറുക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടാവും. കാരണം അവർക്കും വേണം ഒരു എൻജോയ്മെൻറ്റ്. അത് മനസ്സിലാക്കാൻ നമുക്കും കഴിയണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.